കൊടും ചൂടിനേക്കാൾ വെല്ലുന്നതാണ് കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് ചൂട്. ചെങ്കോട്ടയിൽ വീശിയടിക്കുന്ന വലതുകാറ്റു തടഞ്ഞു നിർത്താൻ പഠിച്ച പണി 18 പയറ്റുകയാണ് CPM. ഇടതിനും വലതിനുമൊപ്പം നിന്ന് മണ്ഡലത്തോളം വളർന്ന ജനകീയനെ പൂട്ടുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ കൊല്ലത്തെ കാറ്റ് എങ്ങോട്ട് വീശുമെന്ന് പറയാൻ ആർക്കും എളുപ്പമല്ല. ഹാട്രിക് വിജയം ലക്ഷ്യമിടുന്ന RSPയെ മുട്ടുകുത്തിക്കാൻ ഇത്തവണ താരങ്ങളെ ഇറക്കിയാണ് എതിരാളികളുടെ പോരാട്ടം. കൊല്ലം, ചവറ, ഇരവിപുരം, ചാത്തന്നൂർ, കുണ്ടറ, പുനലൂർ, ചടയമംഗലം എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് കൊല്ലം ലോക്സഭാ മണ്ഡലം. കൊല്ലത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി അഥവാ RSPയുടേതു കൂടിയാണ്. N. ശ്രീകണ്ഠൻ നായരിൽ തുടങ്ങി NK പ്രേമചന്ദ്രനിൽ വരെ എത്തി നിൽക്കുന്നു കൊല്ലം മണ്ഡലത്തിൻ്റെയും RSPയുടെയും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രം. 1949 കേരള സോഷ്യലിസ്റ്റ് പാർട്ടി പിളർന്നപ്പോൾ N. ശ്രീകണ്ഠൻ നായരും ബേബി ജോണും K. ബാലകൃഷ്ണനും ചേർന്ന് RSP ഉണ്ടാക്കി. അങ്ങനെ കൊല്ലം RSPയുടെ തട്ടകമായി. 1952 ആദ്യ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കൊല്ലമല്ല, കൊല്ലം മാവേലിക്കര മണ്ഡലമാണ്. RSPയുടെ അതികായൻ N. ശ്രീകണ്ഠൻ നായരാണ് അന്നവിടെ മത്സരിച്ച് വിജയിച്ച് 1ാം ലോക്സഭയിലെത്തിയത്. എന്നാൽ കൊല്ലം മണ്ഡലമായ ശേഷം നടന്ന 1957 2ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീകണ്ഠൻ നായർ CPMൻ്റെ PK കൊടിയനോട് പരാജയപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് 5 തവണ ശ്രീകണ്ഠൻ നായർ പാർലമെൻറ്റിലെത്തി. 4 തവണ RSP സ്ഥാനാർത്ഥിയായി, 1 തവണ സ്വതന്ത്രനായി. 1980 BK നായർ ശ്രീകണ്ഠൻ നായരെ അട്ടിമറിച്ചു. 84 അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകരൻ്റെ നിർദ്ദേശപ്രകാരം IAS പദവി രാജിവെച്ച് UDF സ്ഥാനാർത്ഥിയായി എത്തിയ കൃഷ്ണകുമാർ RSP നേതാവ് RS ഉണ്ണിക്കെതിരെ അട്ടിമറി വിജയം നേടി. 1989 ബാബു ദിവാകരനെ പരാജയപ്പെടുത്തി വിജയം ആവർത്തിച്ചു. 91 വിജയിച്ച് ശ്രീകണ്ഠൻ നായർക്ക് ശേഷം കൊല്ലത്ത് ഹാട്രിക് തികയ്ക്കുന്ന വ്യക്തിയായി. 96 കൃഷ്ണകുമാറിൻ്റെ വിജയക്കുതിപ്പ് RSPയിലെ യുവനേതാവ് NK പ്രേമചന്ദ്രൻ തടഞ്ഞു. RSPക്കാരൻ്റെ അട്ടിമറി വിജയത്തിലൂടെ കൃഷ്ണകുമാർ രാഷ്ട്രീയ പ്രവർത്തനം തന്നെ അവസാനിപ്പിച്ചു. ആ തെരഞ്ഞെടുപ്പിൽ വ്യവസായി രാജൻ പിള്ളയുടെ ഭാര്യ നീന പിള്ളയും BJP പിന്തുണയിൽ മത്സരിച്ചു. 98 ജയം പ്രേമചന്ദ്രന്. RSPയിലെ തർക്കത്തോടെ CPM കൊല്ലം സീറ്റ് ഏറ്റെടുത്തു. 99 P. രാജേന്ദ്രൻ വിജയിച്ചു. തോറ്റത് കോൺഗ്രസിലെ MP ഗംഗാധരൻ. 2004 ശൂരനാട് രാജശേഖരനെ പരാജയപ്പെടുത്തി രാജേന്ദ്രൻ 2ാം വട്ടവും ജയിച്ചു. 3ാം അംഗത്തിൽ ജയിച്ചത് പീതാംബരക്കുറുപ്പ്, വീണത് രാജേന്ദ്രൻ. 2014 തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് സീറ്റിൻ്റെ പേരിൽ ഇടതുമുന്നണിയുമായി ഇടഞ്ഞ് അപ്രതീക്ഷിതമായി RSP UDFിലെത്തിയതോടെ NK പ്രേമചന്ദ്രൻ UDF സ്ഥാനാർത്ഥിയായി. മറുഭാഗത്ത് LDFിനു വേണ്ടി CPMലെ MA ബേബിയും മുന്നണി മാറ്റവും പരനാറി പ്രയോഗവും കേരളമാകെ വിവാദം തീർത്ത തീപ്പാറും മത്സരത്തിനൊടുവിൽ പ്രേമചന്ദ്രൻ വിജയപതാക പാറിച്ചു. ബേബി പരാജയപ്പെട്ടുവെന്ന് മാത്രമല്ല, നിയമസഭയിൽ അദ്ദേഹം അന്ന് പ്രതിദാനം ചെയ്തിരുന്ന കുണ്ടറ അസംബ്ലി മണ്ഡലത്തിലും ലീഡ് നേടാനായില്ല. 2019 LDFിന് അഭിമാന പോരാട്ടമായിരുന്നു കൊല്ലത്ത്. കൃത്യമായ ആസൂത്രണവും ചിട്ടയായ പ്രവർത്തനവും കാഴ്ചവെച്ചിട്ടും NK പ്രേമചന്ദ്രനെ പരാജയപ്പെടുത്താൻ LDFിനായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ടിറങ്ങി പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തിട്ടും 1.5 ലക്ഷത്തോളം വോട്ടുകൾക്കാണ് ഇപ്പോഴത്തെ ധനമന്ത്രി KN ബാലഗോപാലനെ പ്രേമചന്ദ്രൻ തോൽപ്പിച്ചത്. ഓരോ തെരഞ്ഞെടുപ്പ് കഴിയും തോറും മണ്ഡലത്തിൽ BJP വോട്ടുകളുടെ എണ്ണത്തിൽ വർധനയുണ്ട്. 2014 58,671 വോട്ടുകൾ നേടിയ BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് 1 ലക്ഷത്തിലധികമായി വർദ്ധിപ്പിച്ചു. 10% വോട്ട് നേടാനും BJPക്ക് കഴിഞ്ഞു. ഇത്തവണ മോദി ഗ്യാരണ്ടിയുമായാണ് BJP കളം നിറയുന്നത്. ഇടതുമുന്നണിയോടൊപ്പമാണ് കൊല്ലത്തിൻ്റെ രാഷ്ട്രീയ മനസ്സ്. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇടതുകോട്ട വലത്തോട്ട് ചായും. ഇത്തവണ ഈ ചാഞ്ചാട്ടം പ്രതിരോധിക്കാനാണ് CPMൻ്റെ കൊണ്ടുപിടിച്ച ശ്രമം. RSPയുടെയും UDFിൻ്റെയും സംഘടനാ ശേഷിക്കപ്പുറമാണ് പ്രേമചന്ദ്രൻ്റെ വ്യക്തിപ്രഭാവം. മികച്ച പാർലമെൻറ്റേറിയൻ എന്ന വിശേഷണവും ജനകീയതയുമാണ് കഴിഞ്ഞ 2 തവണയും പ്രേമചന്ദ്രൻ്റെ വിജയത്തിൽ പ്രതിഫലിച്ചത്. ശ്രീകണ്ഠൻ നായർക്കും കൃഷ്ണകുമാറിനും ശേഷം മണ്ഡലത്തിൽ മറ്റൊരു ഹാട്രിക് ഉണ്ടാകുമോ, അതോ 15 വർഷത്തിനിപ്പുറം CPM സ്വന്തം തട്ടകം പിടിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം.